16ാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. രാവിലെ 9-ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ഭരണപക്ഷത്തു നിന്ന് ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്ന് CPI അംഗം മുഹമ്മദ് മുഹ്സീനും മത്സരിക്കും. BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. ചോദ്യോത്തരവേള ഒഴിവാക്കിക്കൊണ്ട് 0 അവർ അടിയന്തര പ്രമേയം ശ്രദ്ധ ക്ഷണിക്കലുകളുമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം M. വിൻസെന്റ് അവതരിപ്പിക്കും. നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ സഭയുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ അല്ലേ? തീർച്ചയായും ഇന്നത്തെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. UDF-ന് അംഗബലം ഉള്ളതിനാൽ തന്നെ 102 MLA-മാരുടെ അംഗബലം ഉള്ളതിനാൽ തന്നെ ഷാനിമോൾ ഉസ്മാനാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നതിൽ മത്സര രംഗത്തേക്കുള്ളത്. ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF-ഉം മത്സര രംഗത്തുണ്ട്. പട്ടാമ്പി MLA ആയിട്ടുള്ള മുഹമ്മദ് മുഹ്സീനാണ് LDF-ൽ നിന്നും മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥി. BJP-ക്ക് കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സര രംഗത്തില്ല. അവർ വോട്ടിങ്ങിന്റെ സമയത്ത് വിട്ടുനിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ നിയമസഭയിൽ 4ാമത് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ചുമതലയേൽക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഒരു അപൂർവ നിമിഷം കൂടിയാണ്. സംസ്ഥാനത്ത് 37 വർഷത്തിന് ശേഷം വീണ്ടും ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കൂടി ഇതിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐഷ അബായി, നസീഫത്ത് ബീബി, ഒപ്പം തന്നെ ഭാർഗവി തങ്കപ്പൻ തുടങ്ങിയവരായിരുന്നു നേരത്തെ 39 വർഷം മുമ്പ് വരെ നുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള വനിതകൾ എന്നതാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയമാണ് അവതരണമാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. അതിന്മേൽ 3 ദിവസത്തേക്കാണ് ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഇന്ന് ചോദ്യോത്തരവേള ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റ് നടപടിയിലേക്ക് ഇറക്കിയ 0 അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 0 അവറും ചോദ്യോത്തരവേള ഒഴിവാക്കി 0 അവറും അടിയന്തര പ്രമേയം അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും. ഇന്ന് എന്ത് അടിയന്തര പ്രമേയത്തിൽ എന്ത് വിഷയത്തിലാണ് ചർച്ച വരുന്നത് എന്ന് ഇനി നോക്കി കാണുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നിരവധി അടിയന്തര പ്രമേയങ്ങളുമായി എത്തി ഏറെ ചർച്ചാ വിഷയമായി ഏറെ സജീവമായ ചർച്ചകളും നടന്നതാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുന്ന സമയത്ത് അടിയന്തര പ്രമേയത്തിൽ എന്തായിരിക്കും കൊണ്ടുവരിക, ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള ചർച്ചകൾ ഏത് തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വാക്കേറ്റങ്ങൾ ഒക്കെ ഏത് തരത്തിലായിരിക്കും, അത് ഇന്നും ഉണ്ടാകുമോ എന്ന കാര്യം ഉൾപ്പെടെ നമുക്ക് അറിയാൻ കഴിയും. എന്തുതന്നെയായാലും 16ാം നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒപ്പം തന്നെയാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൻ്റെ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകുന്നു എന്നത്. രജിത്ത്, ഒരു കാര്യം, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്നിപ്പോൾ നന്ദി രേഖപ്പെടുന്ന വിഷയമൊക്കെ അവതരിപ്പിക്കുകയാണല്ലോ. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. നയരാഹിത്യ പ്രഖ്യാപനം എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. തീർച്ചയായും സജീവമായൊരു ചർച്ചയ്ക്ക് തന്നെ ആയിരിക്കും സാധ്യത ഉണ്ടാവുക. ഈ നയപ്രഖ്യാപന സമയത്ത് തന്നെ ഇത്തരത്തിൽ നയരാഹിത്യ പ്രസംഗം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുക കൂടി ചെയ്തത്. അത് ചർച്ചയിലും അത് സജീവമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ കാര്യക്ഷമമായ ഒരു ചർച്ച തന്നെ ആയിരിക്കും ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തേക്കാണ് ചർച്ചയുള്ളത്. ഇന്ന് നന്ദി പ്രമേയത്തിന്മേൽ M. വിൻസെന്റാണ് ഈ നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം അതിന്മേൽ ചർച്ചയും തുടരും. ആ ചർച്ച ഇന്ന് തുടക്കം വയ്ക്കുകയാണ്. തുടർന്ന് 2 ദിവസത്തു കൂടി ചർച്ചയുണ്ടാവും. വളരെ സജീവമായ ചർച്ച തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സഭയുടെ പ്രധാന അജണ്ട ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്.